ബി കൈൻഡ് ആൻഡ് കോപ്പറേറ്റ് എന്നുള്ള എൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും നെക്സ്റ്റ് ഡോക്ടർ ആരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ന് ഞാൻ കോഴിക്കോട് ആസ്ട്രം മിംസിലെ ഓർത്തോപീഡിക് സർജനും ഫുഡ് ആൻഡ് ആംഗിൾ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ മൊയ്തൂൻ ഷമീറിനെ കുറിച്ചാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ആദ്യ കണങ്കാൽ ശസ്ത്രക്രിയ നടന്നത് കോഴിക്കോട് ആസ്ട്രം മിംസിലായിരുന്നു. ശരീരഭാഗങ്ങളിലെ തല തൊട്ട് കണങ്കാൽ വരെയുള്ള എല്ലാ ഭാഗങ്ങളും എല്ലാ പാർട്സുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ശരീരഭാഗങ്ങളിലെ അസ്ഥിരോഗം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. സമൂഹത്തിൽ നോക്കിയാൽ കാലുവേദന, കൈവേദന, കാല് മടങ്ങി, കൈ മടങ്ങി, എല്ലൊടിഞ്ഞു, എല്ല് പൊട്ടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് രോഗികൾ ചിലർ അശ്രദ്ധ കൊണ്ട് നടത്തുന്നുണ്ട്. ചിലർ നല്ല എക്സ്പേർട്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒരുപാട് ഹോസ്പിറ്റലുകളിലെല്ലാം കയറി ഇറങ്ങുന്നു. അപ്പം എന്ത് തന്നെയായാലും ഞാനിടുന്ന ഈ കൈൻഡ് ആൻഡ് കോപ്പറേറ്റ് എന്നുള്ള ഈ എപ്പിസോഡിൽ ഡോക്ടർ മൊയ്തൂൻ ഷമീർ ഒരുപാട് ക്രിട്ടിക്കായിട്ടുള്ള പേഷ്യൻസിനെ പങ്കുവെച്ച ഒരനുഭവം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. ഏകദേശം 2020 എന്ന് എനിക്ക് തോന്നുന്നു. കരിപ്പൂർ എയർ ക്രാഷ്, അതിൽ ഒരുപാട് വ്യക്തികൾ അതീവ ഗുരുതരമായി പരിക്കേറ്റു. അവരിൽ ഒരാളായിരുന്നു വയനാട് സ്വദേശിയായ നൗഫൽ. വളരെ സീരിയസ് ആൻഡ് ക്രിട്ടിക്കൽ കണ്ടീഷനായിരുന്നു. കാരണം അദ്ദേഹം തിരിച്ചു വരുമോ എന്നുള്ള രീതിയിൽ അത്രയും സീരിയസ് ആയിരുന്ന ഒരു പേഷ്യൻ്റ് ആയിരുന്നു നൗഫൽ. അദ്ദേഹത്തിനാണ് ആദ്യ കണങ്കാൽ ശസ്ത്രക്രിയ ചെയ്തത്. അതീവ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ വന്ന നൗഫലിന് ഡോക്ടർ മൊയ്തൂൻ ഷമീറിൻ്റെ നേതൃത്വത്തിൽ കണങ്കാൽ ശസ്ത്രക്രിയ നടത്തി വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇന്ന് വൈദ്യശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണ് വയനാട് സ്വദേശിയായ നൗഫലിൻ്റെ സർജറിയും അതിനോടനുബന്ധിച്ചുള്ള വിജയവും. ഡോക്ടർ മൊയ്തൂൻ ഷമീറിൻ്റെ നവോത്ഥാന ചിന്തകൾ അതിനർത്ഥവും പ്രയോഗവുമെല്ലാം നേടിയെടുക്കുകയും അത് രോഗികൾക്ക് കൊടുത്ത് അത് ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്ത ഒരു മിടുക്കനായ ഡോക്ടറാണ് ഡോക്ടർ മൊയ്തൂൻ ഷമീർ. രോഗിയുടെ ഏറ്റവും വലിയ ആശ്വാസം എന്താണെന്ന് വെച്ചാൽ ഡോക്ടറോട് ആത്മവിശ്വാസവും കരുതലും അവരോട് ഒരു ഡോക്ടർ എത്ര നല്ല രീതിയിൽ പെരുമാറുക, അവരുടെ അസുഖത്തിന് പകുതി സമയം ഡോക്ടർ മൊയ്തൂൻ ഷമീർ അനിത്യവും അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ്. ഡോക്ടർ മൊയ്തൂൻ ഷമീറും മറ്റ് ഡോക്ടേഴ്സും ചേർന്ന് നൗഫലിൻ്റെ കണങ്കാൽ ശസ്ത്രക്രിയ വളരെ വിജയകരമായി പൂർത്തിയാക്കിയത് വളരെ 100% ഒപ്പീനിയൻ, വളരെ നല്ല അഭിപ്രായമായി ആ ഹോസ്പിറ്റലിനോടുള്ള മമതയും ആ ഹോസ്പിറ്റലിനോടുള്ള ആ ഒരു കോൺഫിഡൻസുമെല്ലാം രോഗികളിലും സമൂഹങ്ങളിലേക്കും ഒരുപാട് എത്തിച്ചു കൊടുത്തു. എറണാകുളത്ത് താമസിക്കുന്ന ബിജു പറയുന്നതൊന്ന് കേൾക്കൂ. ഞാൻ ബിജു, എൻ്റെ വീട് എറണാകുളത്താണ്. ഞാനൊരു ഹൗസ് വൈഫാണ്. എനിക്ക് 58 വയസ്സായിട്ടുണ്ട്. എൻ്റെ ഇടത് കാൽമുട്ടിന് ശക്തമായ വേദന ഉണ്ടായിരുന്നു. വേദന എന്ന് പറഞ്ഞാൽ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സ്റ്റെപ്പ് കയറാൻ ആരുടെയെങ്കിലും സഹായം വേണമായിരുന്നു. അതുപോലെ നിരപ്പല്ലാത്ത സ്ഥലങ്ങളിൽ കൂടെ നടക്കുമ്പോൾ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പല ട്രീറ്റ്മെന്റുകളും ചെയ്തു, പല ഡോക്ടർമാരെയൊക്കെ കണ്ടു. എൻ്റെ ഒരു ഫ്രണ്ടാണ് കാലിക്കറ്റ് ആസ്ട്രം മിംസിലെ ഡോക്ടർ മൊയ്തൂൻ ഷമീറിനെ കുറിച്ച് പറയുന്നത്. ഞങ്ങൾ അദ്ദേഹത്തെ കൺസൾട്ട് ചെയ്തു. അദ്ദേഹം പറഞ്ഞത് പാർഷ്യൽ നീ സർജറി ചെയ്യാമെന്നാണ് പറഞ്ഞത്. നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സർജറി തന്നെ കേൾക്കുന്നത്. ഡോക്ടർ അതിന്റെ എല്ലാ വിവിധ വശങ്ങളും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അപ്പൊ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു സർജറിക്ക്. പക്ഷെ ഡോക്ടർ തന്ന ആ ധൈര്യത്തില് സർജറി ചെയ്തു. ഇപ്പൊ 7 വർഷമായി. എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല. ഇപ്പോൾ എനിക്ക് നന്നായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്, സ്റ്റെപ്പ് കയറാൻ പറ്റുന്നുണ്ട്, അത്യാവശ്യം ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്. ഡോക്ടർ മൊയ്തൂൻ ഷമീറിനും അദ്ദേഹത്തിന്റെ ടീമിനും വളരെ നന്ദിയുണ്ട്. അങ്ങനെ ഡോക്ടർ മൊയ്തൂൻ ഷമീറിനെ കുറിച്ച് ഒരു എപ്പിസോഡ് ഇടാൻ ഒരുപാട് ആൾക്കാർ എന്നോട്
പറഞ്ഞിരുന്നു. അതനുസരിച്ച് ഞാൻ ഇന്ന് ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാക്കുകയാണ്. ന്യൂജൻ കാലത്തിലേക്ക്, ഇതിപ്പം പുതിയൊരു തലമുറയിലേക്ക് റോബോട്ടിക് സർജറി, അതെല്ലാം തന്നെ വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ആസ്ട്രമെൻസിൽ കാലിക്കറ്റിനും അവിടുത്തെ ഡോക്ടേഴ്സിനും ആ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കോൺഫിഡൻസോടുകൂടി വന്ന് രോഗികൾക്ക് സർജറി എല്ലാം ചെയ്ത് വിജയപ്രദമായി പോയ എല്ലാവർക്കും അഭിനന്ദനം. ഓക്കെ, നെക്സ്റ്റ് എപ്പിസോഡിൽ ഡോക്ടർ വിനോദ് കുമാറാണ് എൻ്റെ ഡോക്ടർ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.